ഹായ് ഓൾ, ഇറ്റ്സ് മീ മുസിന, സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ. നിങ്ങൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജിമ്മിനെ കുറ്റപ്പെടുത്തരുത്. നമുക്ക് അതിന് വേണ്ടുന്ന ടിപ്സ് എന്തെല്ലാം കാണുമോ? എഫക്റ്റീവ് ജിം വർക്കൗട്ട് കിട്ടാൻ ഒന്നാമത്തെ ടിപ്സ് മൈൻഡ് മസിൽ കണക്ഷൻ. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഡംബൽ ലെങ്കോ അല്ലെങ്കിൽ ബാറിലേക്കോ അല്ല. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് പോവേണ്ടത് നമ്മൾ ഏത് മസിലിനാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിലിലോട്ടാണ്. അല്ലാതെ നമ്മൾ കൂടുതൽ സോങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസിങ് വേറെ രീതിയിലോട്ട് മാറാണ്ടിരിക്കും. ദെൻ സെക്കൻഡ്, സെറ്റ് ക്ലിയർ ഗോൾസ്. നമ്മുടെ ആവശ്യം എന്തുമാവട്ടെ, വെയിറ്റ് കൂട്ടലോ കുറക്കലോ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യലോ എന്താണെങ്കിലും നമ്മൾ കൃത്യമായിട്ടൊരു ഗോൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ജിമ്മിലോട്ട് പോകാൻ. ഗോൾ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ദ തേർഡ് വൺ, ക്രിയേറ്റ് എ ബാലൻസ്ഡ് റൊട്ടീൻ. ഒരു കൃത്യമായിട്ടുള്ള ഒരു റൊട്ടീൻ ശീലിക്കുക. ഫോർ എക്സാമ്പിൾ കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ്, ഫ്ലെക്സിബിലിറ്റി, ദെൻ പ്ലയോമെട്രിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് വൺ, പ്രോപ്പർ വാമപ്പ്. ഇത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വർക്കൗട്ടിന് മുമ്പ് വാമപ്പും വർക്കൗട്ട് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും സ്കിപ്പ് ചെയ്ത് പോകാന്നുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ പെട്ടെന്ന് വരെ വർക്കൗട്ട് ചെയ്ത് പോവുക, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ വർക്കൗട്ടിന്റെ മുമ്പ് കൃത്യമായിട്ടൊരു 10-20 മിനിറ്റ് നമ്മൾ വാമപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ട്രെച്ചിങ്ങും നിർബന്ധമാക്കി. എന്തിനാണ് വാമപ്പ് സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ നമ്മുടെ മസിൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മസിലിന് വരുന്ന ഡാമേജുകൾ പരമാവധി തടയാനും ഇത് സഹായിക്കും. ദെൻ ഫിഫ്ത്ത്, ലിസൺ ടു യുവർ ട്രെയിനേഴ്സ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ട്രെയിനേഴ്സിന്റെ വാക്കുകൾ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈഗോ ലിഫ്റ്റിംഗ്, അത് ഒഴിവാക്കും. ദെൻ 6, ഫോക്കസ് ഓൺ പ്രോപ്പർ ഫോം. ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശരിയായ ഫോം നമ്മുടെ ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കണം. ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഫോം കൃത്യമായിട്ട് ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വീഡിയോസ് കാണുക. ദെൻ 7, ഫ്യൂൽ യുവർ ബോഡി വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് നല്ല രീതിയിൽ കഴിക്കുക. പ്രോട്ടീൻ, കാർബ്സ്, ഹെൽത്തി ഫാറ്റ്, ഫൈബർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതുപോലെ തന്നെ പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് എല്ലാത്തിലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മുടെ മസിലുകൾ റീബിൽഡ് ചെയ്യാൻ പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് എല്ലാം നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും. ദെൻ 8, ഗ്രാജുവലി ഇൻക്രീസ് ഇന്റൻസിറ്റി. സ്റ്റാർട്ടിങ് തന്നെ ഹെവി വർക്കൗട്ട് ഒഴിവാക്കിയിട്ട് സ്ലോലി ഇന്റൻസിറ്റി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്പർ 9, പ്രയോറിറ്റൈസ് സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. മസിൽ റിപ്പയറിന് ഉറക്കം നല്ല രീതിയിൽ സ്വാധീനിക്കും. ഓരോ രാത്രിയിലും 7 to 9 hours നമ്മുടെ ഉറക്കം നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകും. ദെൻ നെക്സ്റ്റ്, കൂൾ ഡൗൺ ആൻഡ് സ്ട്രെച്ച്. വർക്കൗട്ട് കഴിഞ്ഞാലുടൻ കൂൾ ഡൗൺ ചെയ്യുക. അത് നമ്മുടെ മസിലുകൾ റീഫോം ചെയ്യാൻ സഹായിക്കും. ദെൻ നെക്സ്റ്റ്, ഡോണ്ട് ലിസൺ ടു അതേഴ്സ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഫിറ്റ്നസ് പ്ലാനിലും ലക്ഷ്യങ്ങളിലും മാത്രം ശ്രദ്ധിക്കുക. ദ ലാസ്റ്റ് വൺ, സ്റ്റേ പോസിറ്റീവ് ആൻഡ് പേഷ്യന്റ്. പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ജിമ്മിൽ പോകരുത്. നമ്മൾ വിചാരിച്ച രീതിയിൽ വിചാരിച്ച സമയത്തിനുള്ളിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു മടുപ്പുണ്ടായി വരും. സോ റിസൾട്ട് ഗ്രാജുവലി ഇൻക്രീസ് ആയി വരുന്നതാണ്. അതായത് നമ്മൾ ഒരിക്കലും തിടുക്കം കൂട്ടിയിട്ട് കാര്യമാണ്. റിസൾട്ട് ഒരിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവരുത്, അതൊരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയായിരിക്കും. സോ കോൺഫിഡൻസ് ആയിരിക്കുക. ഒരു നാൾ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് നിങ്ങളെ തേടി വരും.